നമ്മളെ പെരയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പമ്പേഴ്സ് അടുത്ത പെരയിലെ പറമ്പൊക്കെ വലിച്ചെറിയൽ മാത്രമല്ല മനുഷ്യന്മാരടങ്ങേറാക്കല് പറഞ്ഞത്. നമ്മൾ ബ്രോസ്റ്റിന്റെ പെട്ടി കൊടുന്നാണ്ട് തുറക്കുമ്പോൾ പൈസ ഇല്ലാത്ത അയൽവാസിയുടെ പെരേക്ക് വാസന പോകലും അടങ്ങേറാക്കൽ തന്നെ. ഈ അയൽവക്കം എന്ന് പറയുന്നത് താൽക്കാലികവും സ്ഥിരവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. സ്ഥിരമായ അയൽവക്കുണ്ട്. നമ്മൾ സ്ഥിരതാമസമാക്കിയ വീടിന്റെ പരിസരത്തുള്ള ആള് സ്ഥിരമായ അയൽവാസിയാണ്. താൽക്കാലികമായി ഗൾഫ് പോയിട്ട് ഒരാൾ താമസിക്കുകയാണ്, നമ്മളെ റൂമിന്റെ അടുത്തുള്ള റൂമിൽ താമസിക്കുന്ന ആള് താൽക്കാലികമായ അയൽവാസിയാണ്. നമ്മൾ പലപ്പോഴും ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള പേരിൽ കല്യാണം പറയലില്ല. കല്യാണം ഓഡിറ്റോറിയത്തിൽ നടത്തും. ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള വീട് നമ്മളെ താൽക്കാലികമായ അയൽവാസിയാണ്. ഇവിടെ അങ്ങനെ ബിരിയാണിയുടെ വാസന വരുമ്പോൾ ആ പേരിൽ കുട്ടികളുണ്ടാവും. ഓലിപ്പോ എന്നിപ്പോ മനുഷ്യന്മാർക്ക് ബിരിയാണി വാങ്ങി കൊടുക്കലൊന്നും പ്രായോഗികമല്ല. അതേ സമയത്ത് 2500 ആൾക്കാരോട് കല്യാണം പറഞ്ഞ അമ്മക്ക് ആ ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള ഒരു 4 പേരിൽ കല്യാണം പറയാന്നുള്ള അത്ര പ്രയാസമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അയൽപക്ക ബന്ധം സ്ഥിരവും താൽക്കാലികവും ഉണ്ട്. ഒക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനെ അടങ്ങാറുണ്ടായിരുന്നേ, ഗുണം മാത്രമേ എന്നാലോചിക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കണം. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യം സ്വാലിഹീങ്ങളുമായി കൂട്ടുകെട്ട് നടത്തുക എന്നുള്ളതാണ്. ചാര്യത മണക്കും. അത് പഴമക്കാർ പറയണത് മാത്രമൊന്നല്ല, അത് ശരി തന്നെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതനായ മനുഷ്യനാണ്. എന്താ കാരണം? മുത്തുനബിയാണ് കൂട്ടുകാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത എന്താ? സിദ്ദീഖുൽ അക്ബറാണ് കൂട്ടുകാരൻ. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കുന്നതാണ്. ഏത് മനുഷ്യന്റെയും, നമ്മളെ കുട്ടിയൊക്കെ ഒരു കല്യാണം വന്നു, നമ്മൾ കല്യാണാലോചന നടക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? അവന്റെ ചങ്ങായിമാരൊക്കെ ആരാന്നാ ചോദിക്കുക. ഒരു നല്ലൊരു കല്യാണാലോചന വന്നാൽ ഔദ്യോഗികമായ അന്വേഷണം നടക്കുന്നതിന് മുമ്പ് അസർസ്കരിക്കാൻ വേണ്ടി ഓലെ പേരന്റെ അടുത്തുള്ള നിസ്കാര പള്ളിയൊക്കെ നിസ്കരിച്ചാൻ പോകും. അങ്ങനെ ആ പള്ളി കയറി അസർസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ചായപ്പീടി കയറിയിട്ട് ഒരു മധുരമില്ലാത്ത ചായ ഒരു ലഡു കടിയെടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഇരുന്ന് കുടിക്കും. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ ചായ കുടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോട് ചോദിക്കും, നമ്മളെ അബ്ദുറഹ്മാൻ ഹാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പൊ നാട്ടുകാർ പറയും, ചെറുക്കനൊന്നും കുഴപ്പമില്ല, വളരെ ഉഷാറാണ്, പെരയ്ക്ക് പറ്റിയവനാണ്, അധ്വാനിച്ച് നിന്നവനാണ്. ഓന്റെ ചെങ്ങായിമാരൊക്കെ ഒരു കോച്ചറായി ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായി ആണ് എന്ന്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കും എന്നാണ് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്വാലിഹീങ്ങളുമായി പരിചയക്കാരായാലും കുഴപ്പമില്ല. പരിചയവും കൂട്ടുകെട്ടും രണ്ടാണ്. നാട്ടുകാർ മുഴുവൻ നമ്മളെ പരിചയക്കാരായി ഒരു കുഴപ്പമില്ല, എല്ലാവരും ചെങ്ങായിമാരാക്കാൻ പറ്റൂല. ചെങ്ങായിമാരാക്കുന്നത് ഇങ്ങോട്ട് ഉപകാരമുള്ളവരെ മാത്രമാണ് കൂട്ടുകാരാക്കേണ്ടത്. മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ചിന്തയും കൂട്ടുകാരന്റെ പ്രവർത്തനവും കൂട്ടുകാരന്റെ വിശ്വാസവും സ്വാധീനിക്കും. മദ്യപാനം, ലഹരി ഉപയോഗത്തിന്റെ കാരണം എന്താ? കൂട്ടുകെട്ട്. ലഹരി ഉപയോഗത്തിന്റെ കാരണം കൂട്ടുകെട്ടാണ്. ലഹരി ഉപയോഗം ഇല്ലാതിരിക്കണമെങ്കിൽ നല്ല കൂട്ടുകെട്ടുണ്ടായിരിക്കണം. അതാണ് സ്വാലിഹീങ്ങളുമായുള്ള കൂട്ടുകെട്ട്. നല്ല ആളുകളെ കാണണം, നല്ലവരുമായി ഒരാൾ സ്വാലിഹാണെന്ന് എങ്ങനെ മനസ്സിലാകുക? അതും നല്ല പറയാം. ഒരു മനുഷ്യൻ സാലിം എന്ന് പേരിട്ടുകൊണ്ടൊന്നും കാര്യമില്ല, സ്വാലിഹ് എന്ന് പേരിട്ടിട്ടും കാര്യമില്ല. ഒരു മനുഷ്യൻ സ്വാലിഹാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഒരു മനുഷ്യൻ സ്വാലിഹാണെന്ന് മനസ്സിലാവാനുള്ള 1ാമത്തെ അടയാളം തൊള്ളേത്തെ നാവ് അടങ്ങിയിരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കലാണ്. സംസാരം കുറയലാണ് സ്വലാഹിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം. ഒരു മനുഷ്യൻ സ്വാലിഹാണോ അല്ലയോ എന്ന് നോക്കാനുള്ള 1ാമത്തെ അടയാളം, ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അവന്റെ സംസാരം കുറഞ്ഞു വരുന്നുണ്ടോ അവൻ സ്വാലിഹാൻ. അല്ല, വർത്താനം കൂടുതലായി വരുന്നുണ്ടോ സ്വലാഹിയത്തിന്റെ ലക്ഷണമല്ല. ശൈത്താൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനിക്കുമ്പോൾ, ശൈത്താൻ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്വാധീനമുറപ്പിക്കുമ്പോൾ ആദ്യം പിശാച് സ്വാധീനിക്കുന്നത് നാവിലായിരിക്കും. അതുകൊണ്ട് നാവിന് നിയന്ത്രണമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് സ്വാലിഹാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സ്വാലിഹീങ്ങളുമായി കൂട്ടുകൂടണമെന്നതാണ് 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം, അദബിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇൽമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മര്യാദ, അദബ്. ഇൽമ് 2ാം സ്ഥാനത്തും അദബ് 1ാം സ്ഥാനത്തുമാണ് എന്നാണ്. ഇൽമ് പഠിപ്പിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കൽ നിർബന്ധമാവും അദബ്. കുട്ടികൾക്ക് ഇൽമ് പഠിപ്പിക്കുന്നതിന് മുമ്പ് അദബ് പഠിപ്പിക്കൽ നിർബന്ധമാണ് എന്നാണ്. അതുകൊണ്ട് ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിന്റെ മര്യാദ പാലിക്കുന്നതിന് എന്നാണ്.
മുസ്ഹഫ് എടുക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുസ്ഹഫിന്റെ മര്യാദ പാലിക്കുക. മുസ്ഹഫ് എടുത്തില്ലെങ്കിൽ കാഫിറാവൂല. മുസ്ഹഫ് എടുത്തിട്ട് നജസാക്കിയാൽ ആള് കാഫിറാവും, മുർത്തദ്ദാവും. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആ വിഷയത്തിന്റെ മര്യാദകൾ പാലിക്കുന്നതിന്. എപ്പോഴും മര്യാദക്ക് ഒന്നാം സ്ഥാനമുള്ളത്, ഇൽമിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് അദബുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. എല്ലാവരോടും അദബുണ്ട്. ഗുരുനാഥന്മാരോട് അദബുണ്ട്, മുതിർന്നവരോട് അദബുണ്ട്, കുട്ടികളോട് അദബുണ്ട്, സ്ഥാനമാനങ്ങളുള്ളവരോട് അദബുണ്ട്, വിവരമുള്ളവരോട് അദബുണ്ട്. ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റിക്കണം. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിലും ആര് ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിലും ഡോക്ടറെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. ഡോക്ടർമാര് കഴുത്തിൽ സ്റ്റെത്തസ്കോപ്പ് എന്നുകൊണ്ടൊരു സാധനം ഇടും. എന്തിനാ സത്യത്തിലായിട്ട് ഇടുന്നത്? ചില ഉസൂലുകൾ ഉണ്ട് എന്നാണ്. പഴയ കാലത്ത് നമ്മളൊക്കെ നാട്ടില് 40 ദിവസം 10 ദിവസമൊക്കെ വയല് അറിയാൻ വേണ്ടി മൗലവിമാര് വരും. അങ്ങനെ ദീർഘമായ വയലുണ്ടാകുക. അപ്പൊ വയല് കഴിഞ്ഞാല് വയല് അറിയണ മൗലവര് അവിടുന്നാണ്ട് പോയിട്ട് അടുത്ത നാട്ടിൽ പോയിട്ട് അവിടുത്തെ പള്ളിക്കാരെ കടന്നുറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് രാവിലെ പോകും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ നമ്മളെവർക്കൊക്കെ വയതിന് വരികയാണെങ്കിൽ ഇവിടുന്നാണ് പോയിട്ട് വളാഞ്ചേരി പള്ളി കയറിയിട്ട് കടന്നുറങ്ങും. എന്നിട്ട് അവിടുന്നാണ്ട് രാവിലെ പോകും. അല്ലെങ്കിൽ ഇവിടുന്നാണ് പോകുന്നത് പെരിന്തമണ്ണ പള്ളി കയറി കടന്നുറങ്ങിയിട്ട് അവിടുന്ന് അങ്ങനെ പഴയ കാലത്ത് വയതിന് വന്ന. എന്താ കാരണം? ഈ നാട്ടിൽ വന്ന് വയല് പറഞ്ഞാല് വയല് പറയുന്ന മൂല്യരും വയല് കേട്ട നാട്ടുകാരും തമ്മിൽ ഗുരു ശിഷ്യ ബന്ധം സ്ഥിരപ്പെടും. ഗുരുവും ശിഷ്യന്മാരുമാവുമ്പോ ഗുരുവിനോട് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് പാലിക്കാൻ നാട്ടുകാർ ബാധ്യസ്ഥരാവും. പക്ഷെ പഴയ കാലം അവനാനെ കടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഗുരു അവിടുന്നാണ് പോയാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ എന്നുള്ളതാണ് അവിടുന്നാണ് പോയിട്ട് വൈക്ക കടന്നുറങ്ങിയിട്ട് ബാക്കി പിന്നെ പോയിരുന്നതിന്റെ കാരണം. ഇതുപോലെ വൈദ്യനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. അതിന് വൈദ്യനെ കാണുമ്പോൾ വൈദ്യനാണെന്ന് അറിയണ്ടേ? അതിനാണ് സ്റ്റെത്തസ്കോപ്പ് എന്ന് പറയുന്ന സാധനം കഴുത്തിലിടുന്ന രീതി വന്നത് എന്നാണ്. അപ്പൊ ഡോക്ടറെ കണ്ടാൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറാണെങ്കിലും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കണം. അതൊരു മര്യാദയാണ്. അപ്പൊ മര്യാദകൾക്ക് ഒന്നാം സ്ഥാനം. ഒരു ഓഫീസിൽ നമ്മൾ ചെന്നാല് നിൽക്കാണ് ആദ്യം വേണ്ടത്. ഇരിക്കാൻ പറഞ്ഞാല് പിന്നെ അവിടെ ഇട്ട കസാല ഇരിക്കാനുള്ള തന്നെയാണ്, പിന്നെ ഇരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ എല്ലാ സ്ഥലത്തെയും ഒരു വീട്ടിൽ ചെന്നാല് സോഫ കൊട്ടിയിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ്. അവിടെ ഇരിക്കുക, ചളിയായ ആകും, അതിനുള്ള തന്നെയാണ് സർഫ് വരണേ, അതിനെന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുള്ളത്. സോഫ കൊട്ടിയ എന്താ കുഴപ്പം? അത് വീട്ടുകാർ വൃത്തിയില്ലാത്തവരാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. അപ്പോൾ അത് വീട്ടുകാരെ മോശാക്കലാവും. അതുകൊണ്ടാണ് കൊട്ടാതിരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നതിന്റെ കാരണം.